അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എന്താ പഠിച്ച് കമ്പൈലേഷൻ സ്റ്റേജസ് ഒക്കെ പഠിച്ചു. ഒരു സി പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെയാണ് ബിഹൈൻഡ് ദ സീൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാമിംഗ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് സി പ്രോഗ്രാമിലുള്ള ഓരോ പാരാമീറ്റേഴ്സ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കീവേഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടോ ആ വേർഡ്സ് ഒക്കെ കീവേഡ്സ് എന്നാണ് നമ്മൾ പറയുക. ഉദാഹരണത്തിന് ഇതാ ഈ ഓട്ടോ, പിന്നെ ബ്രേക്ക്, കേസ്, ക്യാരക്ടർ, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ട് എന്തിൽ, സി പ്രോഗ്രാമിൽ. അപ്പോൾ ഈ വേർഡുകളൊന്നും നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സി പ്രോഗ്രാമിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ റിസർവ്ഡ് വേർഡ്സ് ആണ്. അങ്ങനെയുള്ള തന്നെയാണ് എന്ത് നോർമൽ പറയുന്നത് കീവേഡ്സ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം വേരിയബിൾസ്. ഓക്കെ, ഈ വേരിയബിൾസ് എന്താണ് സി പ്രോഗ്രാമിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാനിത് ഓൺലൈൻ കമ്പൈലറിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിന്റ് എഫ് എന്നുള്ളതൊക്കെ എന്താണ് കീവേഡാണ്, ഇൻഡ് കീവേഡാണ്, മെയിൻ കീവേഡാണ്, പിന്നെ ഹാഷ് ഇൻക്ലൂഡ് കീവേഡാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മെയിനൊന്നും. ഇനി വേരിയബിൾ എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ഇപ്പോൾ നമുക്കൊരു ഇൻറ്റീജർ വേരിയബിൾ അല്ലെങ്കിൽ നമുക്ക് വേണം ഒരു ഇൻറ്റീജർ ഇൻറ്റ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൽ എനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഇൻറ്റീജറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ടൈപ്പ് പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ പഠിക്കാം. ഇപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പ് എഴുതുന്ന വാതിക്ക് അതിന് ശേഷം നമ്മൾ നൽകുന്ന പേരാണ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പേരും കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ റിസർവ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് ഒന്നും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇപ്പം ഇൻറ്റ് എ എന്ന് ഞാൻ കൊടുത്തു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ഇൻറ്റ് കണ്ട് ഒരു വേറൊരു പേര് കൊടുക്കാൻ വിചാരിച്ച്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇതിലിതാ. ഓക്കെ, ഇൻറ്റ് കണ്ട് ഞാൻ ഇൻറ്റ് കണ്ടൊരു ഓക്കെ ഏതാ നമുക്ക് കൊടുക്കേണ്ടത്, ഡബിൾ കണ്ടുള്ള ഒരു കീവേഡ് കൊടുക്കാന്ന് വിചാരിക്കും. ഫോമിട്ട് എന്തുണ്ടാക്കുക, ഡബിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കീവേഡ് ആണ്. അപ്പൊ അത് വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കുന്നതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. വേരിയബിൾ നെയിം ആദ്യം എന്താ ഡാറ്റ ടൈപ്പ്, പിന്നെ വേരിയബിൾ നെയിം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്തു ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെയെല്ലാം കൊടുക്കാം. ഇൻറ്റ് എ എന്നുകൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇൻറ്റ് എ ഈക്വൽ ടു 10 ആണെങ്കിൽ കൊടുക്കാം. ഇത് രണ്ട് കൊടുത്താൽ എന്താണ് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഫസ്റ്റത്തെ കേസിൽ എന്താണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. എന്താ എറർ വന്ന് സെയിം നെയിം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോറി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കോഡ് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ എ എന്നുള്ളതും ബി എന്നുള്ളതും. ഓക്കെ, ഇപ്പോൾ ബി എന്നുള്ളത് ഇവിടെ എന്താണ് ഇനീഷ്യലൈസ് ചെയ്തു. എ എന്നുള്ളത് എന്താ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമ്മൾ കമ്പൈലറിന് ഉണ്ടാവുന്നത്, ഇൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റീജറിന്റെ ഡാറ്റ ടൈപ്പിന്റെ മെമ്മറി എത്രയാണോ അത് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇൻറ്റീജറിന്റെ സാധാരണ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 32 ബിറ്റിൽ എല്ലാം മെമ്മറി സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. അപ്പോൾ 4 ബൈറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് കിട്ടിപ്പോൾ. ഓക്കെ, അതുപോലെ ഇൻറ്റ് ബി ഈക്വൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ
ബിയിൽ 4 ബൈറ്റ് മെമ്മറി കിട്ടുകയും ചെയ്തു, പക്ഷെ എന്ന് പറഞ്ഞാൽ 10 ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഇൻഡ് കോമ 10 എഴുതിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, രണ്ട് രണ്ട് ഇതിപ്പോൾ 2 ലൈൻ കോഡായി. സിംഗിൾ ലൈനിൽ നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇതൊക്കെ ഒരു ഫോർമാറ്റുകളാണ് ഡാറ്റ ടൈപ്പ്. ഇത് എങ്ങനെയാണ് വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് എഴുതുക, പിന്നെ വേരിയബിൾ 1, വേരിയബിൾ 2. അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻഡ് എ ബി എന്നൊക്കെ എഴുതുന്നതാണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ തന്നെ ഇപ്പോൾ ഇത് എഴുതാൻ പറ്റും. അതായത് ഇൻഡ് സി ഡി ഇ എഫ് എത്ര ആണെങ്കിലും എഴുതാൻ പറ്റും. എന്താണ് മെയിൻ, ലാസ്റ്റ് ഒരു സെമിക്കോളം മസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഇനീഷ്യലൈസ് ചെയ്യാനും പറ്റും. എന്ത് വാല്യൂ ആണെങ്കിലും ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാനും പറ്റും. അപ്പം അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സി പ്രോഗ്രാമിംഗ് മൾട്ടിപ്പിൾ ആയിട്ട് ഇനീഷ്യലൈസേഷൻ ആണ്, മൾട്ടിപ്പിൾ വേരിയബിൾസ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ വേരിയബിളിന്റെ വെറുതെ ചുമ്മാ എ ബി സി ഡി എന്നല്ല, നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ ഒരു പ്രോപ്പർ നെയിം കൊടുക്കണം. അതായത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വേറെ പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ഉണ്ടാവണം, ഡിജിറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്കോർ ഒക്കെ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. ഇനി മസ്റ്റ് ഈ വേരിയബിൾ നെയിം സ്റ്റാർട്ടിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അണ്ടർസ്കോർ, ഇത് രണ്ടാണ്. ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നോ വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വൈറ്റ് സ്പേസ് അലൗഡേ അല്ല, കീവേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാകും. ഇനി പറഞ്ഞാൽ ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് ഇനി പറയുന്നത്. ഡാറ്റ ടൈപ്സ് എന്താണ്? ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യണം. നമുക്ക് ക്യാരക്ടർ ആണോ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻറ്റീജർ ആണോ, ഫ്ലോട്ട് ആണോ, അങ്ങനെയുള്ള ഇതിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഡാറ്റ ടൈപ്സ് തന്നെ ഇതിൽ 3 തരമുണ്ട്. ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാരക്ടറിന് എ ബി സി അങ്ങനത്തെ എല്ലാം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രിങ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലോട്ട് എന്തിനാണ്? ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്. ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ടും ഡബിളും ഒക്കെ. ഓക്കെ, ഇനി ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ എന്ന് പറഞ്ഞാൽ എന്താ? അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. അതായത് സിംഗിൾ ഇൻറ്റീജറിൻ്റെ തന്നെ ഒരു അറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10-40 ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോയിന്റർ, ഫംഗ്ഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, യൂണിയൻ, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്ട്രക്ചറിൻ്റെ എന്തിനെല്ലാം യൂസ് ചെയ്യണം, എന്ത് ടൈപ്പ് വേണം, എത്ര മെത്തേഡ്സ്, അതെല്ലാം നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് പഠിക്കണം. ഓക്കെ, ഡാറ്റ ടൈപ്പ് ആൻഡ് റേഞ്ചസ്. ഈ ഡാറ്റ ടൈപ്പിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം, ക്യാരക്ടർ. ഇപ്പോൾ എല്ലാ ഈ സി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് അൺസൈൻഡ് ക്യാരക്ടർ. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺസൈൻഡ് ക്യാരക്ടർ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ആക്ച്വലി അവിടെ മീനിങ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എത്രയാണ്? 8 ബിറ്റാണ്. അപ്പോൾ 8 ബിറ്റാണ് അതിൻ്റെ സൈസ്. അപ്പോൾ 8 ബിറ്റിൽ ഒരു മെമ്മറി അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അൺസൈൻഡ് ക്യാർ എ എന്ന് എഴുതി കഴിഞ്ഞാൽ എക്ക് 8 ബിറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അൺസൈൻഡ് ക്യാറും സൈനഡ് ക്യാറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ വെറുതെ ഒരു ക്യാർ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനഡ് ക്യാറാണ്. ഓക്കെ, അൺസൈൻഡ് ക്യാർ എന്ന് എഴുതി കഴിഞ്ഞാൽ 0 മുതൽ 255 വരെയാണ് റേഞ്ച്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനഡ് ക്യാർ എന്താണ്? സൈനഡ് ക്യാറും ക്യാരക്ടറും ഒന്ന് തന്നെയാണ്. അപ്പം അതിൻ്റെ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 0 മുതലല്ല, -127 മുതൽ 127 വരെയാണ് ക്യാറിൻ്റെ സൈസ്, ക്യാറിൻ്റെ ലിമിറ്റ് വരുന്നത്. അപ്പം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലറിനനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 32 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പി സിയുടെ
മെമ്മറി ബിറ്റ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് ആണെങ്കിൽ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജറിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു 64 ബൈറ്റ് ആണ് കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 64 ബൈറ്റ് നമ്മുടെ ലാപ്ടോപ്പ് ഓക്കെ ആണെങ്കിൽ അതിൽ 8 ബൈറ്റ് ആയിരിക്കും ഇൻറ്റീജറിൻ്റെ സൈസ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസും വാരി ചെയ്യും. അപ്പോൾ ഇതെല്ലാതും എന്ന് പറഞ്ഞാൽ കമ്പൈലറിൻ്റെ സൈസിനനുസരിച്ച് വാരി ചെയ്യും. ആ കൂടി വാരി ചെയ്യാത്ത പറഞ്ഞാൽ ക്യാരക്ടർ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബൈറ്റ് തന്നെയാണ്. സോറി 8 ബിറ്റാണ്, അതായത് 1 ബൈറ്റ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് സി, ഈ ഫോർമാറ്റ് സ്പെസിഫയർ എന്താണെന്നുള്ളതാണ്. ഈ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാരക്ടർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ ഇൻപുട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ അതിനെല്ലാം വേരിയബിൾ ഏത് ഫോർമാറ്റാന്നുള്ളത് അറിയണം. ഇൻറ്റീജർ ഫോർമാറ്റ് ആണോ ക്യാരക്ടർ ആണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് പറയുക, യൂസ് ചെയ്യുന്നതാണ് ഈ ഫോർമാറ്റ് സ്പെസിഫയർ എന്നുള്ളത്. അപ്പം അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റ് എ എന്ന് എഴുതി, ഇൻറ്റ് എ എന്ന് എഴുതി ഈക്വൽ ടു 0 കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണ്ട, നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കിയാൽ മതി, ഡീപ്പായിട്ട് പോകാം. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഓഫ് എ പേഴ്സൻറ്റേജ് ഡി എന്ന് കൊടുക്കണം. ഈ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പേഴ്സൻറ്റേജ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. എന്തിൻ്റെ, ഇൻറ്റീജറിൻ്റെ. ഇൻറ്റീജർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ഇൻറ്റീജർ ആണ്, ഇൻറ്റീജറിലാണെന്ന് മനസ്സിലായി. ഇപ്പം എന്താ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. 35 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫോർമാറ്റ് സ്പെസിഫയർ. ഇനിയിപ്പോൾ വേറെ ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ നോക്കി നോക്കാം. എഫ് ഒന്ന് കൊടുത്ത് നോക്കി എന്താ കിട്ടുന്നത്, 0 സി കൊടുത്താലോ ആഷ് സി. അത് ആഷ് ഇപ്പോൾ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് 35 എന്ന് പറയുന്നത് എന്താണ്, 35 എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ആഷ് ആണ്. ആസ്കി വാല്യൂ ഓഫ് അതിലിട്ടല്ല, ഞാൻ കാണിച്ചത് ആസ്കി വാല്യൂ. കണ്ട 35. അതുകൊണ്ടാണ് ക്യാരക്ടർ അങ്ങനെ പ്രിന്റ് ചെയ്യാൻ കാരണം. ഓക്കെ, ഏതായാലും ഇവിടേക്ക് വന്നല്ലോ, അപ്പം ഞാൻ ഇതിനെ കുറിച്ചും കൂടിയും പറയാം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു 0 to 128. ഓക്കെ, അപ്പം അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. നമ്മൾ സിംഗിൾ കോമയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ വാല്യൂസ് ഇതായിരിക്കും. ഓക്കെ, ക്യാരക്ടർ ഇപ്പോൾ പേഴ്സൻറ്റേജ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് പ്രിന്റ് ചെയ്യുക. ഇനി പേഴ്സൻറ്റേജ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹെക്സാഡെസിമലിലുള്ള വാല്യൂ ആണ് ഇത്. ഡെസിമലിലുള്ള 35 ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻറ്റീജർ അല്ലേ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ടു എച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഇനി ക്യാരക്ടർ അപ്പോൾ പേഴ്സൻറ്റേജ് സി എന്ന് പറഞ്ഞിട്ട് എച്ച് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇപ്പോൾ ഈ എച്ച് എന്നുള്ളതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ, ഇത് ആസ്കിയിൽ നോക്കുകയാണെങ്കിൽ, ആസ്കി ടേബിൾ ഇവിടെ എച്ച് എന്നുള്ളത് ഇവിടെ ചെറിയ എച്ചും വലിയ എച്ചും ഒക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, വലിയ എച്ച് എന്ന് പറഞ്ഞാൽ 72, ചെറിയ എച്ച് എന്ന് പറഞ്ഞാൽ 104 ആണ്. അപ്പോൾ ഈ 104 ആണ് എച്ചിൻ്റെ ഇൻറ്റീജർ വാല്യൂ.
നമുക്കിപ്പോൾ ഇവിടെ പോയിട്ട് പ്രിന്റ് ചെയ്യാൻ നോക്കാം എന്താ നടക്കണമെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എച്ചിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താ പെർസെൻറ്റേജ് ഡി ഒന്ന് ഇട്ട് നോക്കി നോക്കാം. പെർസെൻറ്റേജ് ഡി ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 104. കണ്ട, എന്താണ് ഇവിടെ 104. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. അങ്ങനെയുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നത്. വേറെ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും യൂസ് ചെയ്യാം. ഇൻറ്റീജർ ആണ് ഇൻപുട്ട് അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ഇൻപുട്ട് എന്നുള്ളത് ചെയ്യാൻ വേണ്ടി അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ എഫ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ. അപ്പോൾ ഇതൊക്കെ ഒരു റേഞ്ചാന്നുള്ളത് മനസ്സിലായി. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതപ്പോൾ അൺസൈഡ് ക്യാർ കണ്ടു. അപ്പോൾ ഈ അൺസൈഡ് ക്യാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 255 ആണ്. അപ്പോൾ ഈ 255 മേലുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ഞാൻ ഒരു 256 കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് നോക്കി നോക്കാം. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവണം എന്നുള്ളത്. ഈ 255 പകരം മേലേക്ക് എന്താ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണം എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ ആദ്യം ക്യാരക്ടർ കൊടുത്ത് നോക്കി നോക്കാം. ക്യാരക്ടറിന്റെ റേഞ്ച് എത്ര വരുന്നതാണ്? -127 to 127. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 127 ഇട്ട് a ഈക്വൽ ടു a+2 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് പ്രിന്റ് എഫ് പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തു. ഇപ്പൊ നോർമലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഇവിടെ എ എന്നുള്ളത് എന്താണ് 127 ആണ്, കൂടെ +2 എന്നുള്ളതാണ്. അപ്പോൾ 2 കൂട്ടി എന്നുള്ളതാണ് വരിക. കൂടെ 2 കൂട്ടി എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താ ആൻസർ വരിക എന്നുള്ളത്. -127. അതെന്തുകൊണ്ട് -127 വരുന്നേ? സൈസ് ഒക്കെ നിങ്ങൾ 127 to നീ ഏക്കൽ ടു 3 കൊടുത്താൽ എന്നുണ്ടാവുക -126. അപ്പൊ ഈ 127 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ a+1 കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? -128. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്താ വരുന്നത് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ വാല്യൂസ് എന്താണ്? -128, then 127, then 126, ഇങ്ങനെ കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ നടക്കുകയാണ്. ഇതിൽ ഓവർഫ്ലോ നടക്കുകയാണ്. ഇനിയിപ്പോ ഞാനെന്ന് പറഞ്ഞാൽ മറ്റേ അൺസൈഡ് ക്യാർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അൺസൈഡ് ക്യാർ ഈക്വൽ ടു 250. ഓക്കെ, ഈക്വൽ ടു 10 ആയിക്കോട്ടെ. എന്താണ് നോർമലി നമ്മൾ എന്താ വിചാരിക്കുക? ഇത് 260 എന്നല്ല പ്രിന്റ് ചെയ്യുക, പക്ഷെ 260 അല്ല. എന്തുകൊണ്ടാണ്? ഓവർഫ്ലോ നടക്കും. എന്താണ് ഓവർഫ്ലോ നടക്കുന്നത്? അതായത് 250 ആണ്, 5 ആണ് ഇവിടെ മാക്സിമം സൈസ് 255. അപ്പോൾ 255 എന്ന് കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ 5 ഇവിടെ കൂടി എങ്ങനെ 5 കൂട്ടി എന്തൊക്കെ ഉണ്ടാവുക? 251, 252, 253, 254, 255 മാക്സിമം സൈസ് എത്തിയിട്ടാ. പിന്നെ ഒറ്റയടിക്ക് നേരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോവുക? 0, 1, 2, 3, 4. അപ്പോൾ ഇതാണ് ഓവർഫ്ലോ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ അടുത്ത് നോക്കട്ടെ.
ഈ ആസ്കി ടേബിൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആസ്കി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടറും ന്യൂമറിക്കൽ വാല്യൂസും തമ്മിലുള്ള മാപ്പിംഗ് ആസ്കി ടേബിൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിൾ നമ്മൾ പഠിക്കുന്നത് നല്ല ടേബിൾ പഠിക്കുകയൊന്നും വേണ്ട, എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ആസ്കി ടേബിൾ. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മുടെ കീബോർഡിലുള്ള ഓരോ ഇതില്ലേ ടാബ് കീ, അതിനൊക്കെ ഓരോന്നിനും ഓരോ ഡെസിമൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ വാല്യൂസ് ആണ് ഈ 38, 39, ഇതൊക്കെ പറഞ്ഞാൽ ABCD, ABIക്ക്, ക്യാപിറ്റൽ എക്ക്, 65. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലെറ്റർ ആൻഡ് എ കൊടുത്തു, ക്യാരക്ടർ %C എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് തന്നെയാണ് പ്രിന്റ് ചെയ്യുക. ഇനി ആസ്കി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 65 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി ക്യാരക്ടർ നമ്പർ കണ്ട് 1 കൊടുത്തു. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 1ന്റെ ഈ സിംഗിൾ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യാരക്ടർ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇപ്പൊ സിംഗിൾ കോഡ്സിൽ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഇൻറ്റീജർ ആയിട്ട് എടുക്കും. നിങ്ങൾ കെയർ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്. കെയർ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ആകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ കോഡ്സിലാണോ ഡയറക്റ്റ് അസൈൻ ചെയ്യുകയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇതൊരു 8-bit മെമ്മറി, അത്രേ നിങ്ങൾ വിചാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും എത്രയായിരിക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയായിരിക്കും, ഇത് പ്രോഗ്രാമിന് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? 14 ആണോ, എത്രയാണ് നോക്ക്, കൺട്രോൾ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓവർഫ്ലോ ഹാപ്പൻ ചെയ്യും. ഓവർഫ്ലോ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ. ഇനി ഫ്ലോട്ടും ഡബിൾ ഡാറ്റ ടൈപ്പും. ഇത് ഫ്ലോട്ടും ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിൻ്റെ വാല്യൂസും ഡബിൾ ഡാറ്റ ടൈപ്പിൻ്റെയും വാല്യൂസിൻ്റെ റെസൊല്യൂഷൻ ചേഞ്ചസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബൈറ്റ് തന്നെയാണ് രണ്ടും വരുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ വരുന്നത് 8 ബൈറ്റ് ആണെങ്കിൽ കൂടിയും അതിൽ റെസൊല്യൂഷൻ്റെ ചേഞ്ച് കൊണ്ടാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്താന്നുള്ളത്, അതും ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് A = 10.95. ഓക്കെ, ഫ്ലോട്ട് B = 9.79. അതായത് ഡെസിമൽ വാല്യൂസ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, %F. അപ്പോൾ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഡബിളിൻ്റെ ആണെങ്കിൽ ഡബിൾ C = 10.455. printf എന്താണ് LF. ഓക്കെ, LF %LF എന്താ തന്നെ C. സോറി, ഇവിടെ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലൈൻ വരും. ഓക്കെ, ഇനി വേരിയബിൾ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ വേരിയബിൾ ഉണ്ട്,
ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്, സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ട്, ഓട്ടോമാറ്റിക് വേരിയബിൾ, എക്സ്റ്റേൺ ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വേരിയബിൾസ് ഏതൊക്കെയെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റീജറിന് ഇൻറ്റ് എന്നുള്ളതും ഈ ഫ്ലോട്ട് പോയിന്റ് വാല്യൂസ് എന്നുള്ളത് ഇങ്ങനെയും ക്യാരക്ടറിന് ക്യാർ എന്നുള്ളതും അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കൽ വേരിയബിൾസ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ലോക്കൽ വേരിയബിൾസ് ആണ്. ഓക്കെ, ഇതൊക്കെ ലോക്കൽ വേരിയബിൾ. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻറ്റയർ പ്രോഗ്രാമിൽ നമുക്ക് എൻറ്റയർ ഫയലിൽ നമുക്ക് ആക്സസ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനൊരു ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതാ ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു ഇതുണ്ടാക്കി. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കൽ വേരിയബിൾ ആണ്. ഈ ഫ്ലോട്ട് എ എന്ന് പറയുന്നത് എന്താ, ഈ ബ്ലോക്കിനുള്ളിൽ മാത്രമേ ഇത് ആക്സസ് ആവുള്ളൂ. നോക്കട്ടെ, കാരണം എന്താ, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അൺഡിക്ലെയർ ആയി. ഞാനിപ്പോൾ ഒരു ഗ്ലോബൽ വേരിയബിൾ എഴുതുന്നു വിചാരിക്കുക, ഫ്ലോട്ട് എ ഈക്വൽ ടു 100.09. ഓക്കെ, അപ്പം എന്താ എടുക്കത്, ഓക്കെ സോറി ഒന്ന് കോമഡില്ല, സെമിക്കോളൻ ഇടുക. ഇനി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്ത് 100 ആണ് എടുക്കുന്നത്. അപ്പം എന്തെന്ന് മനസ്സിലായത്, ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്, ഇത് എല്ലായിടത്തും ആക്സസിബിൾ ആണ്. ഓക്കെ, ഇത് ലോക്കൽ വേരിയബിൾ ആണ്, ഇത് ആ ബ്ലോക്കിനുള്ളിൽ ആക്സസിബിൾ ആണ്. അതായത് ഈ ഡബിൾ സി എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ആക്സസിബിൾ ആണ്. ഇവിടെ വേറൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ആക്സസിബിൾ അല്ല. അപ്പം അതാണ് ഗ്ലോബല് ലോക്കല് ആക്സസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾസ്, ലോക്കൽ വേരിയബിൾസ് ഒക്കെ കഴിഞ്ഞു. സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാറ്റിക് ഗ്ലോബലായി. ഇതിപ്പോൾ സ്റ്റാറ്റിക് ഫ്ലോട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ലോക്കലായി. ഓക്കെ, ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡിഫോൾട്ട് ഒക്കെ എന്താണ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. ഇനി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ഫ്ലോട്ട് എ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ രജിസ്റ്ററിലാണ് കമ്പൈലർ സ്റ്റോർ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ രജിസ്റ്റർ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ അത് ലോക്കലിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് രജിസ്റ്റർ ലെവലില്. എക്സ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. എക്സ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫയലിലും ആക്സസിബിൾ ആയിരിക്കും ആ നമ്മുടെ വേരിയബിൾ. അപ്പം അതിനാണ് എക്സ്റ്റേൺ. ഇപ്പം നമ്മൾ ഒരു ഫയലിൽ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടാവും, വേറൊരു ഫയലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം വേറൊരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ വാല്യൂ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഉള്ള കേസുകളിലൊക്കെ നമുക്ക് പറഞ്ഞാൽ എക്സ്റ്റേൺ എന്നുള്ളത് ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് കൊടുക്കുക, അതായത് നമുക്കിപ്പോൾ എങ്ങനെയാണ് വാല്യൂസ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുക അതൊക്കെ നോക്കാം. പിന്നെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നോക്കാം, ഓപ്പറേറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് അരിതമെറ്റിക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുക, അപ്പോൾ എങ്ങനെയാണ് ഒരു കണ്ടീഷൻ എഴുതുക, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.